വെൽക്കം ടു ഫ്രെയിമെക്സ് സ്റ്റുഡിയോസ്. ഈ വീഡിയോ കാണുന്ന ഇതൊരു ഡിസ്ക്ലെയിമറാണ്. കാരണം ഞങ്ങൾ പറയാൻ പോണ കാര്യങ്ങൾ കുറച്ച് സീനാണ്. കാരണം ഞങ്ങൾ സംസാരിക്കാൻ പോണ വിഷയം ലാലേട്ടനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതായത് അയർലാൻഡിൽ ഇന്ത്യക്കാർ നടത്താൻ പോണ ഏറ്റവും ബിഗ്ഗസ്റ്റ് എന്താ പറയുക ഇവന്റ്, കോർഡിനേറ്റർ, ഹെഡ് എല്ലാം നമ്മളെ കൂടെ ഉള്ള വെൽക്കം ദർശൻ ടു ഫ്രെയിമെക്സ് സ്റ്റുഡിയോസ്. എന്താണ് ഫീൽ ചെയ്യുന്നത്? അതായത് ഇപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾക്കും അതായത് ഇതെന്താ സംഭവം എന്നറിയാം, നമ്മൾ ഭയങ്കര ഒരുപാട് ആൾക്കാരുടെ ഹസ്ബൻഡ് അടക്കം ഉള്ള ഒരുപാട് ആൾക്കാരുടെ എഫേർട്ട് ഇതിലുണ്ട്. അപ്പോൾ കാരണം നമ്മളൊന്നും ഇല്ലാണ്ട് തുടങ്ങിയൊരു സംഭവമാണ്. കാരണം നമ്മുടെ കയ്യിൽ എടുക്കാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുറേ പേരെ ഹെൽപ്പ് ചോദിച്ച്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചോദിച്ച്, അങ്ങനെയൊക്കെ ഒരുപാട് പേരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം നടക്കുന്നൊരു പരിപാടിയാണത്. ഇത്ര വലിയ പരിപാടി ആദ്യം തന്നെ കമ്മിറ്റ് ചെയ്തപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ എന്ന് പറയുന്നത്, 30s ആൾക്കാർ എന്ന് പറയുന്നത് അപ്പോഴും ഇവിടെ പ്രോപ്പറായിട്ട് സെറ്റിൽ ചെയ്ത ആൾക്കാരൊന്നുമല്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എല്ലാവരും സ്റ്റുഡൻസ് ആയിട്ടൊക്കെ വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളതൊക്കെ ബാക്കി എല്ലാവരും ചോദിക്കുന്ന അത്രയും ടെൻഷൻ എന്ത് നമുക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അതിനനുസരിച്ചിട്ട് പ്രിപ്പയർഡ് ആയിരുന്നു കുറേ കാര്യങ്ങൾക്ക്. അപ്പോൾ ഒബിയസ്ലി അത് ഉണ്ടാവും ആരാണെന്നുണ്ടെങ്കിലും എന്നുള്ളതാണ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം ചോദിക്കണ്ടേ, മോഹൻലാലിൻ്റെ ലൈവ് ഷോ ടിക്കറ്റ് എടുത്താൽ എന്ത് കിട്ടും? ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിന് ഒറ്റ വേർഡേ ഉള്ളൂ, മാജിക് എന്നുള്ളത്. അതായത് 3 അരീനയിൽ പോയിട്ട് ഒരു ഇൻ്റർനാഷണൽ ഷോ കണ്ട ആൾക്കാർക്കറിയാം അവിടുത്തെ പ്രൊഡക്ഷൻ, അവിടെ ഉള്ള ഈവൻ LED വാൾ അടക്കമുള്ള പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, അത് ഇന്നേ വരെ എനിക്ക് ഉറപ്പ് തരാൻ പറ്റും ഒരു മലയാളി ഷോന് നമ്മൾ കണ്ടിട്ടില്ല. അതിൻ്റെ 10 ഇരട്ടിയാണത്. അപ്പോൾ നമ്മൾ ലിറ്ററലി ഗോയിങ് ടു വിറ്റ്നസ് മാജിക്. ഒരൊറ്റ വേർഡിലാണ് എനിക്കത് പറയാൻ പറ്റുക. അതായത് ഫസ്റ്റ് തന്നെ ലാലേട്ടൻ്റെ പരിപാടി കേട്ടപ്പോൾ തന്നെ നമ്മൾ ഞെട്ടിയെങ്കിലും രണ്ടാമത്തെ ഘട്ടത്തിലാണ് 3 അരീനയിൽ ഫസ്റ്റ് ഇന്ത്യൻ പരിപാടി. 3 അരീന ഒരു അയ്യോ ഈ ടൈലർ സ്വിഫ്റ്റ് ഒക്കെ വരുമ്പോണ്ടല്ലോ അവിടെ കിടന്ന് കുലുങ്ങാണ് പുറത്തൊക്കെ. ബിയോൺസേ അങ്ങനത്തെ ഒരു വലിയൊരു സ്ഥലത്താണ് ഈ പരിപാടി നടത്തുന്നത്. ഇതിലെന്താ സംഭവം എന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇതിലുള്ള ഉത്തരവും. അതായത് 3 അരീനയിൽ ഒരു ഷോ ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമ്മൾ ഈ 30s ഉള്ള ആൾക്കാർ എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ പറ്റും, നമ്മളെ കൊണ്ട് ഇത് വേറൊരു സ്കെയിലിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു സ്വപ്നത്തിന് പുറകെയാണ്. നമുക്ക് ഈ പ്രോഗ്രാം വേണമെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 2000 പേരുള്ളൊരു വെന്യായിരുന്നു. പക്ഷെ നമുക്കതല്ല, ലാലേട്ടനാണ് വരുന്നത്. നമുക്കിത് ഇൻ്റർനാഷണൽ ഒരു സ്പേസിലേക്ക് തന്നെ അത് കൊണ്ടുപോകണം. അതും ഞാനൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നലെ വരെ പറഞ്ഞുള്ളൂ, അതായത് 3 അരീനയിൽ ഒരു പരിപാടി നടത്താൻ പറ്റുമെന്ന് ഞാൻ ഇന്നേ വരെ ആലോചിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു പരിപാടി വന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് സ്പേസ് എന്ന് പറയുന്നത് 3 അരീനയാണ്. കാരണം അവിടെ മലയാളീസിന്റെ ഒരു സിഗ്നേച്ചർ വേണം. അപ്പോൾ ഭയങ്കര പ്രൗഡ് മൂവ്മെന്റ്. അല്ല, നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് ഇന്ത്യക്കാരിൽ ആദ്യമായിട്ടാണ് 3 അരീനയിൽ ഷൂട്ട് ചെയ്യണമെന്ന് തോന്നുന്നു. അതെ, ആദ്യമായിട്ടാണ് ഇന്ത്യക്കാർ നടത്തുന്ന ഒരു പരിപാടി 3 അരീനയിൽ നടക്കുന്നത്. ഇന്ത്യൻ ഇവന്റ് എന്ന് പറഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ 2ാമത്തെ ഇവന്റാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വരെ നടന്നതിൽ ഏറ്റവും നല്ല പരിപാടിയായിട്ട് ചെയ്യാൻ അതേ ഫോമാറ്റിൽ, അതായത് ഇന്റർനാഷണൽ ഫോമാറ്റിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമായിട്ടായിരിക്കും ഇത് വരിക. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെല്ലാവരും ഒരു എന്നെ യങ്സ്റ്റർ എന്ന് എനിക്ക് വിളിക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും അങ്ങനെ ഒരു ഫോമാറ്റിലുള്ള ആൾക്കാരാണ്, അങ്ങനെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് നമ്മളൊക്കെ. അപ്പോൾ നമ്മളെ കൊണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. അതിന് ഒരുപാട് പേര് സ്നേഹത്തോടെ നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇതൊക്കെ തുടങ്ങുന്നത്. എന്തായാലും എല്ലാവരും ലാലേട്ടനും പിന്നെ ദർശൻ ചേട്ടൻ്റെ ഇപ്പോൾ സ്റ്റുഡൻസിനായാലും എല്ലാവർക്കും അറിയാം. നമ്മളിവിടെ വന്നപ്പോൾ തൊട്ട് വീക്കെൻഡിലൊക്കെ നമ്മളൊന്ന് ചില്ല് ചെയ്യാൻ പോണ ദർശൻ ചേട്ടൻ്റെ പരിപാടിക്ക്. ഇപ്പൊ ദർശൻ ചേട്ടനെ അറിയണവർക്ക് നമുക്കറിയാം. ഇപ്പൊ നമ്മൾ വീക്കെൻഡിലൊക്കെ പരിപാടി ഇപ്പൊ സ്റ്റുഡൻസ് ഒക്കെ ചില്ലടിക്കാൻ പോണാണ്. ഇപ്പൊ നമ്മള് വേടനെ കൊണ്ടുവന്നു, ഡെപ്സിനെ കൊണ്ടുവന്നു. പിന്നെ ഞാൻ നോക്കുമ്പോ ദർശൻ ചേട്ടൻ നടത്തുന്ന പാരീസിൽ പരിപാടി നടത്തുന്നു, UK പരിപാടി നടത്തുന്നു. പിന്നെ ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അതായത് ഇതൊക്കെ ഒരു ഞാൻ വളരെ സാധാരണക്കാരനായിട്ടൊരു മനുഷ്യനാണ്. ഞാനൊരു ഗ്രാമത്തിൽ നിന്ന് വന്നിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പണ്ട് DJ ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഡൽഹിയിൽ പോയിട്ട് പഠിച്ചിട്ട് എന്നിട്ട് തിരിച്ച് നാട്ടിലേക്ക് വന്ന സമയത്ത് ഞാൻ കൊച്ചിയിൽ പ്രോഗ്രാംസ് കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് പാലക്കാട് നിന്നൊക്കെ ഒരു DJ ഒന്ന് ചോദിച്ചു.
അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നൊക്കെ ഒരു DJ വരുമോ എന്ന് ചോദിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പാലക്കാട് നിന്ന് നല്ലൊരു DJ വരാൻ പറ്റും എന്നുള്ളത് നമ്മുടെ ആദ്യത്തെ ആഗ്രഹം. തീർച്ചയായും തീർച്ചയായും. പിന്നെ നമ്മളെല്ലാവരും സ്വപ്നം കാണുന്ന പോലെ ലോകം മുഴുവൻ പോയിട്ട് പരിപാടി ചെയ്യണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹമായിരുന്നു. ഇപ്പം അയർലൻഡ് വന്നിട്ട് അയർലൻഡിൽ ഒരു പരിപാടി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന പോലെ പല സ്ഥലങ്ങളിലും പോയിട്ട് അത് വളരെ യാദൃശ്ചികമായിട്ട് ഒരു പരിപാടി തന്നെയാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ച് എന്തുകൊണ്ട് ജർമ്മനി പരിപാടി അവതരിപ്പിച്ചുകൂടാ, പോളണ്ടിൽ പരിപാടി അവതരിപ്പിച്ചുകൂടാ, UK പരിപാടി, ഇതിനൊന്നും നമുക്ക് എന്താ പറയുക, നമ്മളിത് ആലോചിച്ച് നമുക്ക് തന്നെ ഇത് നടത്തിയെടുക്കാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. കാരണം അങ്ങനെ കുറേ പ്രോഗ്രാംസ് നമ്മൾ നടത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നും പോയിട്ട് ഇനിയും മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്വപ്നത്തിന്റെ പറയാനുള്ളത് വെച്ചാൽ കരിയറിൽ തീർച്ചയായും പാലക്കാട് യൂറോപ്പ്. പിന്നെ നമ്മൾ ഇത്രയും വലിയൊരു ഇവന്റ് നടത്തുമ്പോൾ എന്തായാലും ആശംസകൾ മാത്രം നേരുന്ന കുറെ ആൾക്കാരുണ്ട്. അതിലേറ്റവും വലിയ ന്യൂസ് ഞാൻ കേട്ടത്, ലാലേട്ടൻ 5 മിനിറ്റ് വന്ന് മോനെ എന്ന് പറഞ്ഞു പോകും, അല്ലെങ്കിൽ മോനെ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ഒന്ന് പോകും. എന്താണ് ലാലേട്ടന്റെ ഷോക്ക് വന്നാൽ ലാലേട്ടൻ എത്ര നേരം ഉണ്ടാവും, എന്താ ലാലേട്ടൻ ചെയ്യാൻ പോകണമെന്ന് ഒന്ന് ഡീറ്റെയിൽ ആയി പറഞ്ഞാൽ. നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്, നമ്മൾ ഓൾറെഡി കൺഫേം ചെയ്തിട്ടുള്ള കാര്യമാണ്, ലാലേട്ടൻ ഏറ്റവും കൂടുതൽ സമയം സ്റ്റേജിൽ സ്പെൻഡ് ചെയ്യുന്ന പരിപാടിയായിരിക്കും. കാരണം ഇത് ദ ഷോ ഇസ് കോൾഡ് മോഹൻലാൽ ലൈവ് ഇൻ അയർലൻഡ് ബിയോണ്ട് ദ സ്ക്രീൻ. അപ്പോൾ ഓബ്വിയസ്ലി ലാലേട്ടനായിരിക്കും ഏറ്റവും കൂടുതൽ സമയം പെർഫോം ചെയ്യുക. അതായത് 4 മണിക്കൂറിൻ്റെ പരിപാടിയാണെന്നുണ്ടെങ്കിൽ 80% ലാലേട്ടൻ സ്റ്റേജിലുണ്ടാവും. ലാലേട്ടൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാക്സിമം സമയം അവരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ പുള്ളി ഏറ്റവും കൂടുതൽ സമയം സ്റ്റേജിലുണ്ടാവും. അത് ഞാൻ ഉറപ്പുതരാം. തീർച്ചയായും അതൊരു ക്ലാരിഫിക്കേഷൻ ആട്ടോ ഗൈസ്. ലൈക്ക് ആരെങ്കിലും പറയാണ് 5 മിനിറ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ വന്ന് പോവാന്ന് പറയണവര് ടിക്കറ്റ് എടുക്കാതെ നഷ്ടമായിരിക്കും. ആദ്യത്തെ ചോദിച്ചില്ലേ ലാലേട്ടൻ വരുമെന്നായിരുന്നു. അതിന്റെ ഒരു സിഗ്നൽ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ഇപ്പൊ. തീർച്ചയായും അതെ തീർച്ചയായും നമ്മൾ ഞെട്ടിയൊരു സംഭവമായിരുന്നു ഞങ്ങള്. കാരണം നമ്മളൊരു പ്രോമോ ഞങ്ങക്ക് ബൈ എന്താ പറയാ ഒരു പറയാൻ പറ്റുന്നില്ല, നമ്മളൊരു പ്രോമോ ചെയ്ത് അത് ലാലേട്ടൻ അത് ഷെയർ ചെയ്ത് ലാലേട്ടനെ വരവ് അറിയിച്ചു. അപ്പൊ നമ്മളത് പറയുകയാണെങ്കിൽ 28-ാം തീയതി എന്റെ അഭിപ്രായത്തില് ഇനി ലാലേട്ടൻ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി വരുമെന്ന് ചോദിച്ച് ഡൗട്ട് ചെയ്യുന്ന ഒരു ടിക്കറ്റ് എടുക്കാതിരിക്കാന്ന് ഞാൻ പറയാൻ പറ്റുള്ളൂ. കാരണം ഇതൊരു ഞാൻ പറഞ്ഞില്ലേ, അതായത് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വന്നിട്ടുള്ള ഒരു സമയമാണ്. അതായത് ലാലേട്ടൻ്റെ ഡേറ്റ് അവൈലബിൾ ആവുന്നു, നമുക്ക് ഈ ഷോ കിട്ടുന്നു, ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ ഈ പരിപാടി ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഇതൊരു പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ആ വീഡിയോ ചെയ്തു. അപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്, നമ്മൾ അജോ എല്ലാവരും കഷ്ടപ്പെട്ട്, ആലിഫ് എല്ലാവരും ഒരുമിച്ച് കഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ അത് ലാലേട്ടൻ ഷെയർ ചെയ്യുമെന്ന് പറയുന്നതിനേക്കാൾ ഹാപ്പി ആയിട്ട് വേറൊരു മൊമെന്റ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ കണ്ട ലെജൻഡ്, എന്താ പറയാ, പത്മശ്രീ മോഹൻലാൽ, പുള്ളിന്റെ ഇൻസ്റ്റാഗ്രാമിലും പുള്ളിന്റെ ഫേസ്ബുക്കിലും നമ്മളെ വർക്ക്, നമ്മളിവിടെ വരുന്ന അയർലാൻഡിൽ 28-ാം തീയതി വരുന്ന വർക്ക് ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. അല്ല, അത് മാത്രമല്ല, അതായത് ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് കോൺസ്റ്റന്റ് ഹാർഡ് വർക്ക്. പിന്നെ എല്ലാവരും അന്ന് വന്ന എല്ലാവരും ലൈക്ക് സപ്തസ്വര, അവര് രാവിലെ 7 മണിക്ക് റെഡിയായി വന്നു. പിന്നെതാ നിങ്ങള് വന്നു, ലൈക്ക് എല്ലാവരും നമ്മൾ ADs വർക്ക് ചെയ്ത് ഹെൽപ്പ് ചെയ്ത ക്യാമറന്റെ പുറകിലെ നായകൻ. തീർച്ചയായും നന്ദി. എല്ലാവരും ഭയങ്കര നമ്മളെ മോഹൻലാലായിട്ട് അഭിനയിച്ച ജിതിൻ ചേട്ടൻ, എല്ലാവരും ടിക്കറ്റ് വരെ കിട്ടിയിട്ട്, സ്പീഡ് ടിക്കറ്റ് വരെ കിട്ടിയിട്ട്. ഇതിൽ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് 3 മണിക്കൂറോളം മഴയത്ത് നിന്നിട്ട് ആ കിട്ടുന്ന ഗ്യാപ്പിൽ മാത്രമാണ് സപ്തസ്വരയുടെ. അപ്പൊ ആ കുട്ടികളാണെങ്കിലും ശരി, അത്ര ബിന്ദു ചേച്ചിയൊക്കെ ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയിട്ട് പാഷനേറ്റ് ആണ് അവരെല്ലാരും. സിറ്റിയിൽ ഇത്ര ആൾക്കാർ നിക്കണതിന്റെ ഇടയിൽ ഭയങ്കര പ്രൗഡാണ് അവര്, ഭയങ്കര. അതുപോലെ തന്നെ എല്ലാവരും ഇപ്പൊ ഞാൻ അയർലാൻഡിൽ ഇപ്പം എല്ലാവരും കുറെ നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്യണോണ്ടും ഷൂട്ടിന് പോകണോണ്ടും പറയണാണ്, ഷോനെ പറ്റി എല്ലാവരും സംസാരിക്കുന്നുണ്ട്. സോ
അത് ഭയങ്കര ഹാപ്പിയാണ് നമുക്കും. കാരണം എനിക്ക് ഉറപ്പാണ് 28 നമ്മൾ തകർക്കുന്ന ഉറപ്പാണ്. ഇപ്പത്തെ ഹൈപ്പൊക്കെ കേറി 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 നമ്മളെല്ലാവരും ഒരുമിച്ച് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണത്. അതായത് ഷോനെ സംബന്ധിച്ചിടത്തോളം ഒരു ഷോ, ഇത്രയും വലിയൊരു ഷോ വരുമ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് അയർലൻഡിലെ മലയാളികൾ മുഴുവൻ ഒരു മനസ്സോടെ ഈ ഷോന് ഒരുമിച്ച് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അതാണ് ഷോൻ്റെ സക്സസ്. ഇപ്പോൾ ലാലേട്ടൻ വരുന്നുണ്ട്, ശരിയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇതിനേക്കാൾ അപ്പുറം നമ്മുടെ ആ ഒരു ഗ്യാതറിംഗ് എന്ന് പറയുന്നില്ലേ, അതായത് 3 അരീന എന്ന് പറഞ്ഞ സ്പേസിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാക്സ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സ്പേസിൽ ഈ പറയുന്ന പോലെ ഈ പറയുന്ന 12,000-13,000 ആൾക്കാർ അവിടെ എത്തിച്ചേർന്ന് എല്ലാവരും ഒരുമിച്ച് സന്തോഷിക്കുമ്പോൾ നമുക്ക്, ഇല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ഉണ്ടാക്കുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഷോൻ്റെ സക്സസ് എന്ന് പറയുന്നത്. ലാലേട്ടൻ, അപ്പാർട്ട് ഫ്രം ലാലേട്ടൻ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പം കുറേ ആക്ടേഴ്സ് വരുന്നുണ്ട്. ഇപ്പം ധ്യാൻ ശ്രീനിവാസൻ ഇവരൊക്കെ വരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഡൗട്ടാണ് എന്താണ് ധ്യാൻ ചെയ്യാൻ പോണത്, അല്ലെങ്കിൽ ബാക്കി എല്ലാവരും എന്താ ചെയ്യണം. ധ്യാൻ ശ്രീനിവാസൻ വന്ന് ഹായ് പറഞ്ഞു പോകണോ, എന്താണ് ഇവരൊക്കെ റോള് ഈ ഇവന്റിൽ എന്ന് എല്ലാവർക്കും സംശയമുണ്ട്. അപ്പം എന്ന് ക്ലാരിഫൈ ചെയ്യാം. ഇതൊരു വണ്ടർഫുൾ കോംബോ ആണ്. അതായത് ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ഫ്രം ലാലേട്ടൻ, ചിത്ര ചേച്ചി, ഇവരൊക്കെ എന്താ ചെയ്യണമെന്ന് നമുക്ക് ഏകദേശം അറിയാം. അതായത് ലാലേട്ടൻ ഡാൻസ് കളിക്കും. എനിക്ക് തോന്നുന്നത് 10 വർഷത്തിന് ശേഷം എന്താണ് ഇപ്പൊ ഈ ഒരു ഷോ സ്ട്രക്ചറിൽ പുള്ളി ഡാൻസ് കളിക്കുന്നത്. ഇത് ഫുള്ളി കൊറിയോ ആയിട്ടുള്ള ഷോ ആണോ അത് ഡയറക്റ്റ്? ഓൾറെഡി ഒരു ഷോ അജിത് ഏട്ടനുണ്ട്, അജിത് നടേശൻ എന്നുണ്ട് ഒരു ഷോ ഡയറക്ടർ ഉണ്ട്. പുള്ളിയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഷോൻ്റെ ഷോ ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളി ഇത് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ട് എല്ലാവരും, ലാലേട്ടനൊക്കെ എനിക്കൊന്ന് ഏകദേശം 1 വർഷത്തോളം ഇത് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരുന്നതാണ്. അപ്പോൾ ലാലേട്ടൻ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട്, ലാലേട്ടൻ മാത്രമല്ല എല്ലാവരും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഷോന് വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ചിത്ര ചേച്ചി ഓബിയസ്ലി ചിത്ര ചേച്ചി പാട്ട് പാടും. ഇത് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ചിത്ര ചേച്ചി. ലാലേട്ടൻ ഡാൻസ് കളിക്കും, സ്കിറ്റ് ഉണ്ടാവും, കോമഡി സ്കിറ്റ്സ് ഉണ്ടാവും, അതായത് ആക്ട് ചെയ്യും. പിന്നെ ലാലേട്ടൻ പാട്ട് പാടും. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ ലാലേട്ടൻ പാടും നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ധ്യാന്, ഷൈൻ ടോം ചാക്കോ, കലാഭവൻ ഷാജോൺ, അവർ ഇതേപോലെ ഇപ്പം കോമഡി, ആക്ടിങ്, ഡാൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരൊക്കെ ഉണ്ടാവും. പിന്നെ റംസാൻ, സാനിയ, സ്വാസിക, ഇവരൊക്കെ ഡാൻസേഴ്സാണ്. അപ്പോൾ ഇവരെല്ലാവരും ഡാൻസ് ചെയ്യും നമുക്ക് വേണ്ടിയിട്ട്. വരുന്ന ഒരാൾ പോലും പെർഫോം ചെയ്യാതിരിക്കുന്നില്ല, എല്ലാവരും പെർഫോം ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് എ മിക്സ് ഓഫ് ഡാൻസ്, കോമഡി ആക്ട്സ് ആൻഡ് സിംഗിങ്. അതായത് ഞങ്ങൾ പെട്ടെന്ന് കൺവേ ചെയ്യാൻ വേണ്ടി പറയുന്നത് ഇതൊരു സിനിമ പോലൊരു സംഭവമാണ്. അതായത് ഇറ്റ് ഈസ് എൻ ഇന്റർനാഷണൽ ആക്ട്. ഐറിഷ് കൾച്ചർ വരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുന്ന ആക്ട്സ് ഉണ്ട് ഇതിൽ. അപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്ഥലത്തിന് വേണ്ടി ക്യൂറേറ്റ് ചെയ്തിട്ടുള്ള പരിപാടികളാണ്. അത് ഇപ്പോൾ അമേരിക്കയിലെ പരിപാടിയാണ്. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു അമേരിക്കയിലെ അതേ പരിപാടിയാണ്. ഒരിക്കലും അല്ല, വളരെ ഡിഫറെൻ്റ് ആയിട്ട്. അവിടെ നടന്നതിനേക്കാൾ വലിയ ലൈനപ്പാണ്, ഒരുപാട് ഡാൻസേഴ്സ് ഉണ്ട്, ഒരുപാട് ക്രൂ ഉണ്ട്. അത്രയും ഒരു ലെവലിലേക്ക് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ഈ പ്രോഗ്രാമിനെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ ഓൾറെഡി ഇപ്പോൾ ഈ പറയുന്ന പോലെ 10-600 യൂറോ ഒക്കെ കൊടുത്തിട്ട് ടൈലർ സ്വിഫ്റ്റിൻ്റെ പ്രോഗ്രാമിന് പോയ ആൾക്കാരുണ്ടാവും, കോൾഡ് പ്ലേയുടെ പരിപാടിക്ക് അവിടെ കണ്ട പ്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ മാക്സ് ഔട്ട് ചെയ്ത് എത്തിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ആ ലെവലിലേക്ക് ഉള്ള പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെയാണ്. അതിൽ ഒരു സംശയമില്ല. ഇലക്ട്രിസ്റ്റിക്സിൻ്റെ സൗണ്ട് ഉണ്ടാവും, 500 സ്ക്വയർ ഫീറ്റിന് മുകളിൽ LED വാൾ മാത്രം ഉണ്ടാവും. അപ്പോൾ ഇറ്റ് ഈസ് മാസീവ്. അതായത് ഉറപ്പായിട്ടും ഇനിയിപ്പോൾ ആൾക്കാർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും ഷോന് വന്ന ഒരാൾക്ക് ഇതൊരു നഷ്ടമായിട്ട് പോകില്ല. ഷോ എത്ര മണിക്കൂറാണ്? ലൈക്ക് ഷോ ലാലേട്ടൻ്റെ ഷോ മാത്രം 4 മണിക്കൂറാണ് ടോട്ടലായിട്ട്. ബാക്കി നമ്മുടെ വാം അപ്പ് സെഷൻസ് ഉണ്ട്, നമ്മുടെ ഇവിടെയുള്ള ലോക്കൽ ടാലൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. ഞാൻ ലോക്കൽ ടാലൻസ് എന്ന് പറയുന്നത് ആ വീട്ടിലേക്ക് ആരും ഫോക്കസ് ചെയ്യണ്ട, പക്ഷേ ഇവിടെയുള്ള ആൾക്കാരാണല്ലോ. പക്ഷെ അവർ ഒരുപാട് ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ്. തീർച്ചയായും. ഇവിടെയുള്ള ബാൻഡ്സ് ആയിക്കോട്ടെ, ഇവിടെയുള്ള ഡാൻസ് ഗ്രൂപ്പ്സ് ആയിക്കോട്ടെ, നമുക്ക് പുറത്ത് പോയിട്ട് പറയാൻ പറ്റും വി ആർ പ്രൗഡ് ഓഫ് ദം. നമുക്ക് അവർ കൊടുക്കുന്ന റെൻഡറിങ് ആണെങ്കിലും ശരി, അവർ ഇപ്പോൾ ഡാൻസേഴ്സിൻ്റെ സൈഡിൽ അവരുടെ ക്വാളിറ്റി ആണെങ്കിലും ശരി, ഇറ്റ് ഈസ് വേൾഡ് ലെവൽ.
എന്തായാലും ഇതൊരു അയർലൻഡിന്റെ ഒരു ഇത്രയും നാളത്തെ ഒരു മലയാളി പരിപാടി ഒരു ജേണിയിൽ എന്തായാലും ഇതൊരു മാർക്കായിരിക്കും. ഒരു ചെറിയ മാർക്കല്ല, ഒരു വൺ ഓഫ് നമ്മള് അതാ പറയുന്നത്, കുറെ പേർക്ക് എന്താ പറയാ കിളി പോയ പരിപാടിയാണ്. ലൈക്ക് ഇത്രയും മോഹൻലാലും 10-15 ആളും ത്രിയേരിനെയും. ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള പാട്ട് മോഹൻലാൽ കഴിഞ്ഞും മോഹൻലാലും ചിത്രചേച്ചിയും കഴിഞ്ഞാല് ത്രിയേരിനെയാണ്. ലൈക്ക് അയ്യോ, അത് അത്രയും ഒരു അത് എന്താണെന്നറിയോ, ഞാൻ കുറേ പേര് സംസാരിച്ചപ്പോൾ അവർക്ക് ത്രിയേരീന എന്താണെന്ന് അറിയണ്ടായിരുന്നില്ല. ഞാൻ അവരെ ബ്ലെയിം ചെയ്യുന്നില്ല, സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ്. പക്ഷെ ഒരു അരീന ഷോ എന്ന് പറഞ്ഞിട്ട് കണ്ടാൽ മതി. ഇത് ഒരു വേൾഡ് ക്ലാസ് അരീന ഷോ ആണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് പോയിട്ട് 30 യൂറോനാണ് ടിക്കറ്റ് എടുക്കുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ത്രിയേരീനയിൽ ഒരു പരിപാടി 30 യൂറോന് കയറാൻ പറ്റില്ല. 1000 യൂറോക്ക് ബുക്ക് ചെയ്യാനും പറ്റില്ല അവിടെ. 1000 യൂറോക്ക് ബുക്ക് ചെയ്യാനും പറ്റില്ല. ഞങ്ങളൊരു ഫ്രണ്ട് 1000 യൂറോക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയിരുന്നു തിരിയേരിന. അവൻ ഞങ്ങളൊരു പരിപാടി നടത്തുമ്പോഴേ അവൻ പറഞ്ഞു ഞങ്ങൾക്ക് തിരിയേരിനയിൽ പോയി ബുക്ക് ചെയ്യാം. 1000 യൂറോ ഉണ്ടാ പോയി ബുക്ക് ചെയ്യാറുണ്ട്. അവൻ ഓടി എന്നാണ് ഞാൻ കേട്ടത്. അല്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇത് എല്ലാവരും അപ്പൊ ആൾക്കാർ അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് അറിയോ, നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് ആൾക്കാർക്ക് ത്രിയേരീന എക്സ്പീരിയൻസ് കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അല്ല, ഞാനൊക്കെ ഒറ്റ കാര്യമല്ലേക്കുള്ളൂ, ടിക്കറ്റ് എടുക്കാനുള്ള ലാലേട്ടൻ. തീർച്ചയായും ഞാൻ ലാലേട്ടനും ചിത്രചേച്ചിയും ഞാൻ രണ്ടുപേരെ ഭയങ്കര. കാരണം ഇതിപ്പോൾ എന്താ സംഭവം എന്ന് അറിയാം, നമ്മളെല്ലാവരും ആർട്ടിസ്റ്റുകളായത് കൊണ്ട് തന്നെ നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നത് പൈസ അല്ല ഒരിക്കലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. പിന്നെ അത് മാത്രമല്ല, നമ്മളെല്ലായിടത്തും പറഞ്ഞു പൈസയുടെ പ്രശ്നം കൊണ്ട് ആരും വരാതിരിക്കരുത്. കാരണം ഇപ്പോൾ ഞങ്ങളല്ല ടിക്കറ്റ് ചെയ്യുന്നത്, അതായത് ഞങ്ങളുടെ അക്കൗണ്ട് പോലും അല്ല. അതായത് ഇത് കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യുന്ന ത്രിയേരീനയാണ്, ടിക്കറ്റ് മാസ്റ്ററാണ് നമ്മുടെ ടിക്കറ്റിംഗ് പാർട്ട്ണർ. ഞങ്ങൾക്കിതിൽ ഒരു പരിധി വരെ മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പരിധി വരെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ റെഡിയാണ്. അപ്പോൾ ഞാൻ അതാ പറഞ്ഞത്, അത് പൈസയുടെ പ്രശ്നം കൊണ്ട് ആരും വരാതിരിക്കരുത് എന്നുള്ളത്. ഇത് ഞാൻ അതുകൊണ്ടാണ് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, ഇത് സാധാരണക്കാർ നടത്തുന്ന ഒരു പരിപാടിയാണ്. പൈസൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ടിക്കറ്റിൻ്റെ പ്രൈസിങ് പറയുകയാണെങ്കിൽ, ലൈക്ക് നമ്മളിവിടെ ഈ മലയാളി അങ്ങനെ നമ്മൾ കൾച്ചർ അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഞാൻ പറയില്ല. ഇപ്പം ഇവിടെ വന്ന എല്ലാം, ഇപ്പം ഹിന്ദിയിൽ നിന്ന് വന്ന ആർട്ടിസ്റ്റ് ആയാലും എല്ലാവരും അവർക്ക് 140 അല്ലെങ്കിൽ 200 യൂറോ കൊടുത്ത് ഹൗസ്ഫുൾ ആയിട്ടുള്ള ഷോ ഉണ്ട്. അപ്പം നമ്മൾ അത്ര പോലും ടിക്കറ്റ് ഇല്ലാതെ ഇത്രയും ആർട്ടിസ്റ്റിനെ വെച്ച് വരുമ്പോൾ എൻ്റെ ഒരു മെന്റാലിറ്റി, എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ തീർച്ചയായും നമ്മളത് വിജയിപ്പിക്കണം തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള. മെയിനായിട്ട് എന്താ സംഭവം എന്നറിയോ, നമ്മൾ ടൈലർ സ്വിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ 1200 യൂറോ കൊടുത്തവരെ ടിക്കറ്റ് എടുത്ത് പോയ ആൾക്കാരെ എനിക്കറിയാം. ഒരു സമയത്ത് 600 യൂറോ മാത്രമുള്ള സമയത്ത് 600 കോൾഡ് പ്ലേ ഇവിടെ വന്നപ്പോൾ 400 ടിക്കറ്റ് ചെയ്യുന്ന അവസാനം എടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഇവരൊരിക്കലും നമ്മുടെ ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് വരാത്തതെന്നാണ്. പിന്നെ വേറൊരു ഇത്രയും ഒരു സ്കെയിലിൽ ഇങ്ങനത്തെ പരിപാടി അറ്റൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് എന്താണെന്നറിയോ, നമ്മുടെ സിഗ്നേച്ചർ വരണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നേ പറ്റുള്ളൂ. നമ്മളെല്ലാവരും, അതായത് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അതേപോലെ തന്നെയാണ് നമുക്കും. ഇപ്പം ഞങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷേ ഞാൻ പറയണത് 400 യൂറോവും 600 യൂറോവും, അതായത് ഈ പറയുന്ന പോലെ കോൾഡ് പ്ലേക്കും ടൈലർ സ്വിഫ്റ്റിനും കൊടുത്തു പോകുന്ന ആൾക്കാർ എന്തുകൊണ്ട് മോഹൻലാലിൻ്റെ പരിപാടി വരുമ്പോൾ, അതും ത്രിയേരീനയിൽ വരുമ്പോൾ ഒരു ആക്ടറല്ല 2 ആക്ടറല്ല 17 സെലിബ്രിറ്റീസാണ് വരുന്നത്. ഏകദേശം 94 ഡാൻസേഴ്സിന് മുകളിലുണ്ട് ഇതിൽ. അപ്പോൾ ഇത്രയും, അതായത് അവരുടെ ലൈനപ്പിനേക്കാൾ കൂടുതൽ ലൈനപ്പുള്ള ഈക്വൽ പ്രൊഡക്ഷൻ ഉള്ള പരിപാടിക്ക് ആൾക്കാർ പൈസ നോക്കി നിൽക്കുന്നു എന്ന് പറയുന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതേ ആൾക്കാരാണ് ഈ പറയുന്ന എല്ലാ പരിപാടിക്കും പോകുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് വേണം ഇവിടെ ഈ ഒരു എനർജി ഉണ്ടാക്കാൻ. നമ്മളത് ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ ഷോ പോസിബിൾ ആവുകയുള്ളൂ. തീർച്ചയായും, അത് ഞാനും തന്നെയാണ് പറയണത് ഗൈസ്. വൺസ് ഇൻ എ ലൈഫ് ടൈം പോലെയാണിത് ഇങ്ങനത്തെ ഒരു പരിപാടിയാണ്. അപ്പം നമ്മളെല്ലാവരും അത് വിജയിപ്പിക്കണം. ടിക്കറ്റിങ്ങിൻ്റെ കാര്യം വരുമ്പോൾ ഇപ്പം സ്റ്റുഡൻറ്റ് ഓഫേഴ്സ് ഇപ്പോൾ വന്നു തുടങ്ങി. ഇനി കൂടുതൽ ഓഫേഴ്സ് വരുമോ? അതായത് ഇപ്പം കുറച്ച് പേര് ഇപ്പം ഫാമിലി ടിക്കറ്റ്സ് ഉണ്ട്, 6 പേര് ഉള്ള ആൾക്കാരുണ്ട്. അപ്പം ചിലവർക്ക് ഡിസ്കൗണ്ടിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്, കാണുന്നില്ല ഈ റേറ്റിനുണ്ട്. അപ്പം എന്തായാലും ചിലപ്പോൾ നമുക്ക് ചില ഇത് രീതിയിൽ നമ്മളെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ടി എന്തായിരിക്കും നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതായത് നമ്മൾ ആദ്യം ടിക്കറ്റ്സ് ഒക്കെ വിറ്റ് കഴിഞ്ഞപ്പോൾ കുറേ പേര് നമ്മുടെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഭയങ്കര പൈസ കൂടുതലാണ്, ഞങ്ങൾ ഫാമിലി ആയിട്ട് എങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിത് ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം ഞങ്ങൾക്ക് ഇത് തീരുമാനം എടുക്കാൻ പറ്റുന്ന കാര്യമല്ല.
ഞങ്ങളല്ല പ്രൈസിൻ്റെ കാര്യത്തിൽ കംപ്ലീറ്റ് ആയിട്ട് തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയും കുറച്ച് വയ്ക്കാൻ ഞങ്ങൾ റെഡിയാണ്. പക്ഷേ ഇതിപ്പോൾ ശരിക്കും കോസ്റ്റും കാര്യങ്ങളെല്ലാം കൂടെ വരുന്ന സമയത്ത് വരുന്നൊരു സംഭവമാണിത്. നമ്മൾ ഡിസൈഡ് ചെയ്തൊരു സാധനമല്ല. അപ്പം നമ്മളെന്താ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സംസാരിച്ച് ഫൈറ്റ് ചെയ്ത് നമ്മൾ അഡീഷണൽ കോഡ്സ് വാങ്ങിച്ച് ഞങ്ങൾ ഇപ്പോൾ ഫാമിലീസിൻ്റെ അടുത്ത് പറഞ്ഞത് ഫാമിലീസ് ആണെന്നുണ്ടെങ്കിലും സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ ഒരു മാക്സിമം ഉണ്ട്. അത് അവർ മനസ്സിലാക്കണം. ആ മാക്സിമം വരെ പോകാൻ ഞങ്ങൾ റെഡിയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ അധികം കംഫർട്ടബിളായിട്ട് അയർലൻഡിൽ ജീവിച്ച ആളൊന്നുമല്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സ്റ്റുഡൻസിൻ്റെ കേസ് നന്നായിട്ടറിയാം. ഞാൻ സ്റ്റുഡൻ്റ് ആയപ്പോൾ ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. അതേപോലെ തന്നെ ഫാമിലീസ് 5 പേര് 4 പേര് എന്ന് പറയുമ്പോൾ ടിക്കറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് ആവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് എന്നെ വിളിക്കാം, എൻ്റെ പേഴ്സണൽ നമ്പേഴ്സ് നമ്മൾ കൊടുക്കാൻ റെഡിയാണ്. അല്ലെങ്കിൽ നമ്മുടെ സെയിൽസ് ടീമിൻ്റെ നമ്പറുണ്ട്, 083-157-3914 എന്നുള്ള നമ്പർ. ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാലും അവർക്ക് ഫാമിലി ഡിസ്കൗണ്ട്സ് അവൈലബിൾ ആയിരിക്കും. അത് നമ്മൾ ഉറപ്പായിട്ട് അത് കൺസിഡർ ചെയ്യും. നമ്മൾ അങ്ങനെ തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്യാൻ റെഡിയാണ്. ബാക്കിയുള്ളത് ആൾക്കാർ മനസ്സിലാക്കണമെന്ന് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ. കാരണം ഈ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്, അതായത് ഒരു 10-15 പേരൊക്കെയാണെങ്കിൽ കുറച്ചും കൂടി, അതായത് മാക്സിമം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. നമ്മൾ മാക്സിമം ചെയ്തു കൊടുക്കുന്നത് ഞാൻ വളരെ ഓണസ്റ്റ് ആയിട്ട് പറയാണ്. നമ്മൾ അങ്ങനെ പിടിച്ചു വെച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ലാഭം എന്നുള്ളതല്ല ഞങ്ങളുടെ ഫോക്കസ്. ഞങ്ങൾക്ക് ഈ പരിപാടി നല്ല രീതിയിൽ നടക്കണം, എല്ലാവരും വരണം, എല്ലാവർക്കും. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പേഴ്സണലായിട്ട് ഒരുപാട് പേരെ വിളിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ട്, പൈസയുടെ അതുകൊണ്ട് നിങ്ങൾ വരാതിരിക്കണ്ട, നിങ്ങൾ എന്നെ വിളിക്കൂ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ എന്തായാലും ചെയ്യാന്നുള്ളത്. അതല്ലാണ്ട് ഈ സ്റ്റുഡൻസിന്റെ ഫാമിലി അല്ലാണ്ട് മൊത്തത്തിലെ ടിക്കറ്റ് സ്ട്രക്ചർ ഒന്ന് പറയും. 89 യൂറോയിലാണ് ടിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 കോർണർ സീറ്റ്സാണ് വരുന്നത്, ബ്രോൺസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള പ്രൈസിംഗ് എന്ന് പറയുന്നത് 112 യൂറോ ആണ് സിൽവർ. അത് കഴിഞ്ഞിട്ടുള്ള പ്രൈസിങ് 142 യൂറോ ഗോൾഡ്. പിന്നെ വരുന്നത് 162 യൂറോ പ്ലാറ്റിനം ബാക്ക്. പ്ലാറ്റിനം ഫ്രണ്ട് എന്ന് പറയുന്നത് 212 യൂറോ. പിന്നെ വരുന്നത് VIP ആണ് 312 യൂറോ. ബെസ്റ്റ് വ്യൂസ്, അതെ, ഏറ്റവും ബെസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് ഡിയും VIP ആണ്. VIP ആണ് ഏറ്റവും ഒബ്വിയസ്ലി ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്ന് ലാലേട്ടനെ കാണാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ബെസ്റ്റ് കാര്യമാണല്ലോ. ബാക്കിയെല്ലാം ഗാലറി സീറ്റ്സ് ആണ്, ഡി അടക്കം. പിന്നെ ഒരു അടിപൊളി സെയിൽ ഉണ്ടായി നമ്മൾ ലാലേട്ടന്റെ ബർത്ത്ഡേ സമയത്ത്. നമ്മൾ മാക്സിമം ചെയ്തിട്ടുണ്ട്. നമ്മൾ 66-നാണ് നമ്മൾ, കാരണം അതിന്റെ ബാക്കിയുള്ള കോസ്റ്റ് കവർ ചെയ്തത് KRS ആണ്. ഞങ്ങൾക്ക് ഒരുപാട് അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൂടി നിങ്ങൾ തരണം. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ ടിക്കറ്റ് എടുത്തു, പെട്ടെന്നാണ് നിങ്ങൾ 66 hours സെയിൽ അനൗൺസ് ചെയ്തത്. അപ്പം എന്നോട് ചോദിച്ചു, എടാ ഞങ്ങൾ ഫുൾ ടിക്കറ്റ് കൊടുത്തിട്ട് മേടിച്ചു, നിങ്ങൾ 66 hours മേടിച്ചത് എന്നോട് പറഞ്ഞില്ല. അപ്പം ഞാൻ പറഞ്ഞതിന് ക്ലാരിഫിക്കേഷൻ ഞാൻ കൊടുത്തിരുന്നു. ബട്ട് അത് നിങ്ങളെ ഭാഗത്ത് നമ്മൾ കുറച്ചും കൂടി നമുക്കൊരു നന്നായിരിക്കും. എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പോൺസർ, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഒരുപാട് താങ്ക് ചെയ്യാനുള്ളത് KRS റിച്ചേട്ടനോടാണ്. അതായത് KRS കേറ്ററിംഗിലെ, അതായത് റിച്ചേട്ടൻ നമ്മളടുത്ത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ആ ഒരു കോസ്റ്റ് കവർ ചെയ്യാം. മാക്സിമം ആൾക്കാർ പരിപാടിക്ക് വന്നോട്ടെ, ഒന്ന് പരിപാടി എൻജോയ് ചെയ്യട്ടെ എന്ന് പുള്ളിയുടെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ആസ്പെക്റ്റിന് വേണ്ടി പറഞ്ഞല്ല. അത് ഞങ്ങൾ അറിഞ്ഞ് ചെയ്ത കാര്യമാണ്. KRSന്റെ ബ്രാൻഡിങ് അത്രയും നമ്മൾ ചെയ്തത്. കാരണം പുള്ളി ആ കോസ്റ്റ്, അതായത് 66 മണിക്കൂർ ടിക്കറ്റ് എടുത്ത ആൾക്കാർ എത്ര രൂപയ്ക്കാണ് എടുത്തത്, ബാക്കിയുള്ള കോസ്റ്റ് പുള്ളി കവർ ചെയ്യുക ചെയ്തു. ഓക്കെ, അപ്പോൾ അത് ഇവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പുള്ളി ചെയ്തിട്ടുള്ള കാര്യമാണ്. പുള്ളിയുടെ നല്ല മനസ്സിൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. പുള്ളിക്ക് അത് ചെയ്യേണ്ട ഒരു കാര്യമില്ല. പക്ഷെ നമ്മൾ പിന്നെ ലാലേട്ടന്റെ പിറന്നാളാണ് അത്, 66ാമത്തെ പിറന്നാളിന് 66 മണിക്കൂർ സെയിൽ 66 യൂറോന് സ്റ്റാർട്ട് ചെയ്തിട്ട്. അത് സീറ്റിങ്ങിന് എന്തെങ്കിലും മാറ്റങ്ങളോ മറ്റുള്ളവരുടെ എല്ലാത്തിലും അതിൽ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. 89 യൂറോന്റെ ടിക്കറ്റ് ആയിരുന്നു ഞങ്ങൾ 66 യൂറോന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അത് പിന്നെ ഫ്ലാഷ് സെയിൽ എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് KRS കവർ ചെയ്യാനുണ്ടായിരുന്നു.
പുള്ളി ഞാൻ പറഞ്ഞില്ലേ പുള്ളിയുടെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമായിരുന്നു അയർലൻഡിൽ എല്ലാവരും വന്ന് ഈ ഷോ കാണണം എന്നുള്ളത്. കാരണം പുള്ളിക്ക് അറിയാം ഈ ഷോനെ കുറിച്ചിട്ട്. എല്ലാവരും ഈ ലാസ്റ്റ് ടൈമിൽ ടിക്കറ്റ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ടീമുണ്ടല്ലോ. അത് നമ്മളെ സ്പെഷ്യാലിറ്റിയാണ് അത്. അതല്ല, അപ്പൊ അവരുടെ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കണം, അല്ല, അതിന് മുന്നേ അത് പറയേണ്ടത് എൻ്റെ അഭിപ്രായം ടിക്കറ്റ് സെയിൽസിന്റെ പെർസെന്റേജ് എത്രയായി നിങ്ങൾ ലൈക്ക് എത്ര ശതമാനം നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു, ഇനി ഉണ്ടോ ലാസ്റ്റ് ടൈമിലേക്ക് വെയിറ്റ് ചെയ്യണോ? ഉറപ്പായിട്ടും ടിക്കറ്റ്സ് ഉണ്ട്, ഉറപ്പായിട്ടും ടിക്കറ്റ്സ് ഉണ്ട്. സെയിൽ ഇനി എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ലാസ്റ്റ് ടൈമിൽ? ഇനി ഒരു സെയിൽ ഉണ്ടാവില്ല. നമുക്ക് ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇനി ഒരു സെയില് ഇടാനുള്ള ഒരു ഇതുമില്ല, ഒരു നമ്മൾക്ക് കൊടുക്കാൻ പറ്റില്ല എനിക്ക് സെയില്. കാരണം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഇനി ഞങ്ങളുടെ കയ്യിൽ വളരെ ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഫാമിലി ടിക്കറ്റ്സും ഉണ്ട്, സ്റ്റുഡൻസിനുള്ള ടിക്കറ്റ്സും ഉണ്ട്. ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ ഡിസ്കൗണ്ട് ഇല്ല. നിങ്ങൾക്ക് പൈസയുടെ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ദയവ് ഇത് ഞാൻ ആൾക്കാരോട് പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫോൺ എടുത്ത് എന്നെ റിങ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസർ റിങ് ചെയ്യുക, എന്നിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ടിക്കറ്റ് ബ്ലോക്ക് ചെയ്യുക. ഓക്കെ, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അതായത് ഞങ്ങൾ വിചാരിച്ചാലും ഞങ്ങൾക്കിത് ആ സെയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദിസ് ഇസ് അതായത് ലൈക്ക് ലാസ്റ്റ് വാർണിംഗ് എന്നൊക്കെ പറയില്ലേ, അതേപോലൊരു സംഭവമാണ്. ഈ അതുപോലെ ഫാമിലീസിന് 6 പേര്, പിന്നെ അവരെ ലൈക്ക് പാരൻസും അവരെ പാരൻസും 8 പേരൊക്കെ കഴിയുമ്പം EMI ഓപ്ഷൻസ് അങ്ങനെ എന്തെങ്കിലും? EMI ഓപ്ഷൻസ് ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുൾ പ്രൈസിലാണ് കിട്ടുക. അത് ഒരിക്കലും നമുക്കത് ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അത് ക്ലാരന എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ടല്ലോ, ത്രൂ വെബ്സൈറ്റ് തോന്നുന്നുണ്ടല്ലോ. അതായത് നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ആപ്പിൾ പേ ഒക്കെ ചൂസ് ചെയ്യുന്നതിന് പകരം ക്ലാരന ചൂസ് ചെയ്യാം. ക്ലാരന ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ 3 പ്രാവശ്യമായിട്ട് നമുക്കത് പേ ചെയ്ത് സ്പ്ലിറ്റ് പേയ്മെന്റ്, ഒരു ഇൻട്രസ്റ്റും ഇല്ല, 0% ഇൻട്രസ്റ്റ്. അപ്പോൾ നമുക്ക് ഞാൻ പറയുന്നത് നിന്റെ അടുത്ത് പൈസ ഉണ്ട്, നീ എന്തിനാണ് ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നടക്കുന്നുണ്ട്. ഒരൊറ്റ പ്രാവശ്യം മലയാളികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അവർ കൂടെ നിൽക്കണം. കാരണം ഒരൊറ്റ എനിക്കറിയാം ഒരു 300 യൂറോ എന്നൊക്കെ പറയുന്നത് ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം നല്ല പൈസയാണ്. പക്ഷെ ഒരൊറ്റ അവർ റിഗ്രറ്റ് ചെയ്യില്ല. അവരുടെ ജീവിതം മുഴുവൻ അതായത് ആലോചിച്ച് വെക്കാൻ പറ്റുന്ന നല്ലൊരു മെമ്മറി ആയിട്ട് ഇത് മാറും. അത് ഞാൻ ഗ്യാരണ്ടി ചെയ്യാം ആൾക്കാർക്ക്. ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പെട്ടെന്ന് ബുക്ക് ചെയ്തോ, ഫ്രണ്ട് സീറ്റ് ഓൾറെഡി പോയിട്ടുണ്ടെങ്കിൽ ലാലേട്ടനെ എന്താ പറയാ അടുത്ത് കാണണം. കാരണം ഇത്രയും ചാൻസ് ആണ്. ലാസ്റ്റ് സമയത്ത് എന്തായാലും ഓഫീസ് ഉണ്ടാവില്ല. ഞാൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്ത് വെക്കുക. ലാസ്റ്റ് വീഡിയോ ഇറങ്ങിയിട്ട് ഓഫർ കൊടുത്താൽ ആസിയെ ഞങ്ങൾ ഫോൺ നമ്പർ കൊടുക്കാം. ഞാൻ ഇല്ല അതിനുള്ള ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ആര് വിചാരിച്ചാലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. മീറ്റ് ആൻഡ് ഗ്രീറ്റ് പ്ലാൻ ചെയ്തു നിങ്ങൾ? പ്ലാൻ ചെയ്യുന്നുണ്ട്. മോഹൻലാലിനെ കാണാൻ വേണ്ടി വളരെ കുറച്ച് പേർക്ക് മാത്രമാണ്. അത് വളരെ ലിമിറ്റഡ്, വളരെ കുറച്ചാണ് കൗണ്ട്. എനിക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇനി എൻ്റെ വളരെ കുറച്ച് നമുക്ക് അതിന് ടിക്കറ്റ് എടുക്കാൻ പറ്റുമോ? ലൈക്ക് ടിക്കറ്റ് അത് നമ്മുടെ ഡയറക്റ്റ് ആയിട്ട്. സോ ഡയറക്റ്റ് ലാലേട്ടനെ ഡയറക്റ്റ് മീറ്റ് ആൻഡ് ഗ്രീറ്റ് ചെയ്യണവർക്ക്, ചെയ്യണം ആഗ്രഹമുള്ളവർക്ക് എന്നെ വിളിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഴ്സിൽ ആരെങ്കിലും ഒരാൾ, ഇപ്പോൾ ആസിഫ് ഉണ്ട്, ജിതിൻ ഉണ്ട്, ബിപിൻ ഉണ്ട്, ടിജു ഉണ്ട്, ഇവരാരെ വേണമെങ്കിലും വിളിക്കാം. വിളിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ക്രൂവിൽ ഇപ്പോൾ നമ്മുടെ പ്രൊജക്ട് മാനേജർ ഉണ്ട്, അദീനയുണ്ട്, പിൽജി ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവരാരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് നിങ്ങൾ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അവർ സോർട്ട് ചെയ്ത് തരും. തീർച്ചയായും. ഡിഗ്നി ഉണ്ട്, പിന്നെ അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ല, അതായത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതായത് മടിക്കാണ്ട് അത് കംപ്ലീറ്റ്ലി നമ്മള് പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ട് പൈസ 300 വർഷം കൊടുത്താൽ മതിയല്ലോ. അതെ, കൊടുക്കണം. 28-ാം തീയതി നമ്മളൊരു ത്രിയേരീന 28-ാം തീയതി എല്ലാവരും. ടൈം 4 മണിക്ക് ഞങ്ങൾ ഡോർ ഓപ്പൺ ചെയ്യും, 5 മണിക്ക് ഷോ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് നമ്മളൊരു 10-10:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാന്നുള്ളൊരു ഐഡിയയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ സംഭവം എല്ലാം ഉഷാറായിരിക്കും. പിന്നെ ഇന്ത്യൻ ഫുഡ് പോയിന്റ് കിച്ചണിലാണ് ഫുഡ്. അതിനുള്ളില്ല, ത്രിയേരീനയുടെ ഉള്ളിൽ ഇന്ത്യൻ ഫുഡില്ല. അപ്പോൾ പോയിന്റ് കിച്ചൺ നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയിന്റ് കിച്ചണിൽ ഇന്ത്യൻ ഫുഡ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പരിപാടി കഴിഞ്ഞിട്ടും പോയിന്റ് കിച്ചണിൽ ഫുഡ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ ഞങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ ഞങ്ങൾക്ക് ഫുഡ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഇല്ല.
3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പരിപാടിക്ക് വരാൻ പറ്റില്ല. കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. 3 വയസ്സല്ലേ, 3 വയസ്സുള്ളവർ പറഞ്ഞാൽ അവരുടെ ഇയർ ഹെൽത്തിന് അത് നല്ലതല്ല. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരാളെ ഹാം ചെയ്തിട്ട് നമ്മൾ ഈ പരിപാടി ചെയ്യില്ല. ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓപ്പണായിട്ട് നമ്മൾ പറയാം. തീർച്ചയായും. കാരണം നമ്മൾ ഇപ്പോൾ നമുക്കതൊക്കെ ഹൈഡ് ചെയ്തിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്യാറുണ്ട്, നമ്മൾ ചെയ്യില്ല. നമ്മളത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ജീവിതത്തിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യില്ല. മോഹൻലാൽ ഷോക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന 3 ബെനിഫിറ്റുകൾ. 3 ബെനിഫിറ്റ്. ഒന്ന്, ഇറ്റ് ഇസ് എ വേൾഡ് ക്ലാസ് എക്സ്പീരിയൻസ്. രണ്ടാമത്തെ കാര്യം, ഇറ്റ്സ് എ മാജിക്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗാദറിങ്. അതായത് ഇത്രയും ആൾക്കാർ വളരെ സ്നേഹത്തോടെ ഒരു ഈഗോവും സെൽഫിഷ്നെസ്സും എല്ലാം മറന്ന് അവിടെ അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടും അവരുടെ ഫ്രണ്ട്സിൻ്റെയും കൂടെ ഇരുന്ന് എൻ്റർടൈൻഡ് ആവുന്നത്, അത് ദാറ്റ് ഈസ് എ തേർഡ് ബെനിഫിറ്റ് ഡെഫിനറ്റ്ലി. ലാലേട്ടൻ്റെ ഷോർട്ട് ടൈമും അതുപോലെ തന്നെ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റീസ്. ലാലേട്ടൻ്റെ ഷോ ടൈം എന്ന് പറയുന്നത് ടോട്ടൽ 4 മണിക്കൂറാണ്. അതിൽ ഏകദേശം ഒരു 80% ലാലേട്ടൻ സ്റ്റേജിലുണ്ടാവും. ലാലേട്ടൻ ഡാൻസ് കളിക്കും, പാട്ട് പാടും നമുക്ക് വേണ്ടി. അതായത് സ്കിറ്റ്, കോമഡി സ്കിറ്റ്സ് ഇളക്കി മറിക്കും. അതെ, ഭയങ്കര രസമുള്ള, നമ്മളെല്ലാവരും എൻജോയ് ചെയ്തിട്ടുള്ള കോമഡിയാണല്ലോ പുള്ളിയുടെ. അപ്പോൾ പുള്ളി അത് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ വണ്ടർഫുൾ ഷോ. അതെ, ചിത്ര ചേച്ചി നമുക്കൊന്നും പറയാനില്ല. ഷീ ഈസ് എ ജെം. അതായത് പുള്ളിക്കാരത്തിയുടെ പാട്ട്, പുള്ളിക്കാരത്തിയുടെ വോയിസ് എന്ന് പറയുന്നത് തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ചിത്ര ചേച്ചിയുടെ പ്രോഗ്രാംസിനൊക്കെ നമ്മൾ പോയി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു മാജിക് ഉണ്ട്. ചിത്ര ചേച്ചി ലാലേട്ടൻ കൂടി പാടുന്നുണ്ടോ കോമ്പിനേഷൻ? അത് ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. സോറി, ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. ധ്യാൻ ശ്രീനിവാസൻ ആൻഡ് ടീം. ധ്യാൻ ശ്രീനിവാസൻ, എ ലോട്ട് ഓഫ് എന്താ പറയുക, സ്മൈൽസ് ഓൺ എവ്രി വൺ. ഫൺ, അത് തന്നെയാണ് പുള്ളി ചെയ്യാൻ പോകുന്നത്. അതായത് ധ്യാൻ വരുന്ന സമയത്ത് ഈസ് ഗോയിങ് ടു പുട്ട് എ സ്മൈൽ ഓൺ. പിന്നെ വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ മോഹൻലാലും ധ്യാനും കൂടിയുള്ള കോമ്പിനേഷൻ. മോഹൻലാലും അത് സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല കറക്റ്റായിട്ട്. ഞങ്ങളെ ചാനല് ഇപ്പം ഫുള്ള് കഥ പറയുന്നവിടെ മക്കളെ ഇത് ഇതൊക്കെയാണ് നടക്കാൻ പോകുന്നത്. എനിക്കറിയില്ല കേട്ടാ. എനിക്ക് ഇനിയിപ്പോ അവര് ഒരുമിച്ച് പെർഫോം ചെയ്യുമെന്ന് പോലും എനിക്കറിയില്ല. ഒരുമിച്ചൊരു സമയത്തുണ്ടാവും. എനിക്ക് ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഓക്കെ, സോ ലാസ്റ്റ് വൺ വേർഡ് അബൌട്ട് എന്താ പറയാ, ടിക്കറ്റ് എടുത്ത ആൾക്കാർക്ക്. യു വിൽ നെവർ റിഗ്രറ്റ് 100%. അതായത് ദിസ് ഈസ്, ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ്സ് മാജിക്. ഒന്ന് ടിക്കറ്റ് എടുത്ത് നോക്ക്. ഇത് അതായത് എനിക്കെന്താ പറയുക, ഞാൻ ഈ ഷോ ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ, ഇത്രയും പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, ഞാൻ എത്ര പൈസ കൊടുത്തിട്ടാണെങ്കിൽ ഈ ഇതിന് വരും. ഒന്ന്, അതായത് ഈ ഒരു ഷോൻ്റെ ടോട്ടൽ കാര്യങ്ങൾ എനിക്ക് അറിയുന്നതുകൊണ്ട് എത്ര പൈസ കൊടുത്തിട്ടാണെങ്കിൽ ഞാൻ വരും. എനിക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടില്ല ഞാൻ വീണ്ടും പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവർക്ക് ഡീൽസ് കൊടുക്കാൻ റെഡി ആയിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ ഞാൻ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. ഇത് ദിസ് ഇസ് എ ബിഗ് ഹ്യൂജ് ഷോ ഗൈസ്. 28 വീണ്ടും പറയാണ്, 28-ന് പാർക്കിംഗ് ഒക്കെ ചെയ്ത് പെട്ടെന്ന് പാർക്കിംഗ് പ്രീ ബുക്ക് ചെയ്യുക, അതാണ് ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ ഞാൻ പറയാ, അതായത് നമ്മളെല്ലാവരും മലയാളികളാണ്, സ്ട്രീറ്റ് പാർക്കിംഗ് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്, ഫ്രീ ആണ്. നേരത്തെ അവിടെ ബുക്ക് ചെയ്യുന്നവർക്ക് അവിടെ പോയിട്ട് വണ്ടി ഇടുക, ലൂസ് എടുക്കുക, നേരെ 3 ഏരിയയുടെ മുമ്പിലാണ് വരുന്നത്. അപ്പം ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ദർശൻ. താങ്ക് യു. വെയിറ്റിംഗ് ആണ് 28-ാം തീയതി. എല്ലാവരും ടിക്കറ്റ് ഒന്നുകൂടി എടുക്കുക. ടിക്കറ്റ് മാസ്റ്ററിലാണ് ടിക്കറ്റ്സ് ഉള്ളത്. ഞങ്ങൾ ലിങ്കും കാര്യങ്ങളൊക്കെ എല്ലാവരും പിന്നെ നിർബന്ധമായിട്ട് മാപ്പിലെടുക്കുക. ഒരിക്കലും സ്ക്രോൾ ചെയ്ത് അതിലെടുക്കാതിരിക്കുക. അതിൽ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് സീറ്റ്സ് ഓൺ മാപ്പ് എന്നാണ്. അതിൽ തന്നെ നിങ്ങൾക്ക് എക്സാക്ട് എവിടെ ഇരിക്കുന്നത് നിങ്ങൾ അറിയണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ഇതുണ്ടെങ്കിലും ഞങ്ങൾ പേഴ്സണലായിട്ട് വിളിക്കുക. ഞങ്ങളുടെ ഫോൺ നമ്പേഴ്സ് നമ്മൾ കൊടുക്കാം. ആ ഫോൺ നമ്പേഴ്സിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതായത് എല്ലാവർക്കും അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാം, എവിടെയാണ് ഇരിക്കുന്നത്, എന്താണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമ്മൾ വിളിച്ച് ചോദിക്കാം. അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.